മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനത്തിലെ ബർത്തിമയോസ് എന്ന അന്ധയാചകനെ കാഴ്ച കൊടുക്കുന്നതാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ഈ അന്ധയാചകൻ ദയനീയമായിട്ട് വിലപിക്കുമ്പോൾ രണ്ടു കൂട്ടരെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കാം. ഒന്ന്, അന്ധയാചകനോട് നിശബ്ദനായിരിക്കുവാൻ പറയുന്ന ഒരു കൂട്ടര്. അവനെ അവിടുന്ന് ശാന്തമാക്കാനായിട്ട്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ ശാന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടര്, അവൻ്റെ വായടയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടര്, യേശു നിന്നെ വിളിക്കുന്നുണ്ട്, ധൈര്യമായിരിക്കും, എഴുന്നേൽക്ക്, യേശു നിന്നെ വിളിക്കുന്നു. അവനെ ആശ്വസിപ്പിക്കാനായിട്ട്, അവനെ സഹായിക്കാനായിട്ട് കാണുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്കെതിരെ വിമർശനം പറയുന്നവരെ വായടപ്പിക്കാനാണ് നമ്മൾ കൂടുതലും പരിശ്രമിക്കുക. രണ്ടാമതായിട്ട് അവരെ ആശ്വസിപ്പിക്കാനോ അവരെ കേൾക്കുവാനോ ഒരുപക്ഷെ നമ്മൾ തയ്യാറായി എന്ന് വരില്ല. യേശുനാഥൻ ഈ രണ്ടു കൂട്ടരെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള ആഹ്വാനമായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ യാത്രയാണ്. ജെറീക്കോയിൽ നിന്ന് വിട്ട് യേശു ജെറുസലേമിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ അന്ധയാചകനെ സൗഖ്യപ്പെടുത്തുന്നത്. ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള യാത്രയായിട്ട് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യാത്രയാണ് ജെറുസലേമിലേക്കുള്ള യാത്ര. ജെറീക്കോ വിട്ട് ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഈശോ ആ പീഡാനുഭവത്തിൻ്റെ യാത്രയിലേക്കുള്ള മുന്നാസ്വാദനമായിട്ടാണ് ജെറീക്കോ വിട്ട് ഈ അന്ധയാചകനെ അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അന്ധയാചകനായ ഈ ബർത്തിമയോസിൻ്റെ 3 പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. ഒന്നാമത്തെ പ്രത്യേകത, ഇവൻ അന്ധനായിരുന്നു. 2, യാചകനായിരുന്നു. 3, വഴിയരികിലെ ഇരിക്കുന്നവനായിരുന്നു. ബർത്തിമയോസിന്റെ 3 പ്രത്യേകതകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 1, അന്ധനായിരുന്നു. 2, യാചകനായിരുന്നു. 3, വഴിയരികിലെ ഇരിക്കുന്നവനായിരുന്നു. ആണ് ബർത്തിമയോസിന്റെ 3 പ്രത്യേകത. അതിൽ ഒന്നാമത്തെ അന്ധനായിരുന്നു എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ അന്ധതയാണ് യേശുനാഥൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് വായിച്ചേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ആദവും ഹവ്വയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അരകച്ചയുണ്ടാക്കി, ഇലകൾ തൂക്കി തുന്നി കെട്ടിയിട്ട് അവരെ അരകച്ചയുണ്ടാക്കി. പാപം ചെയ്തപ്പോൾ അന്ധതയിലേക്കുള്ള കണ്ണുകൾ തുറന്നു. ആ അന്ധതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പൊ അതിൻ്റെ അർത്ഥം ഇവന് മുമ്പ് കാഴ്ചയുണ്ടായിരുന്നു, എങ്ങനെയോ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. പാപത്തിൻ്റെ അന്ധതയാണ് യേശുനാഥോട് ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ ലോകത്തിൻ്റെതായിട്ടുള്ള കണ്ണുകൾ തുറന്നു.
സ്വർഗത്തിലേക്കുള്ള ആത്മീയ കണ്ണുകൾ അടഞ്ഞു. ആത്മീയ അന്ധത പാപം വഴിയായിട്ട് കടന്നു വരും. ആത്മീയ അന്ധത. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ വഴിയിലിരിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഭവനമൊന്നുമില്ല. ഭവനം ഒന്നും ഈ മനുഷ്യന് ഇല്ല. ധൂർത്തപുത്രന്റെ ഉപമയിലെ ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിതാവിൻ്റെ സ്വത്ത് ഭാഗം വെച്ചിട്ട് ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇവിടെ വഴിയരികില് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. പെരുവഴിയിലായി എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ് ഇവിടെ. നമ്മൾ പെരുവഴിയിലായി എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ഭവനമില്ലാത്ത അവസ്ഥയിലേക്ക് ധൂർത്തപുത്രൻ സ്വഭവനം വിട്ട്, സ്വർഗീയ ഭവനം വിട്ട് പുറത്തേക്ക് ദൂരദേശത്തേക്ക് പോയപ്പോൾ അവന് ഒന്നുമില്ലാത്ത അവസ്ഥയായി മാറി. ഈ അന്ധയാചകനും വഴിയരികിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. മൂന്നാമതായിട്ട് ഭിക്ഷയാചിക്കുക. ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേ. ആ 32 വായിച്ചോ. മതി. ധൂർത്തപുത്രന്റെ ഉമ്മയിലെ പിതാവ് വന്നിട്ട് മൂത്തുപുത്രന് പറയാ, നീ എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇവിടെ ഭിക്ഷയാചിക്കേണ്ടത് ഗതികേട് വരുന്നത് പിതാവിൽ നിന്ന് അകന്ന് മാറി നടന്നു നീങ്ങിയപ്പോഴാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നത്. ഭിക്ഷയാചിക്കുന്ന യാചകനായിട്ട് മാറേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് മാമോദീസായിലൂടെ ലഭിക്കുന്ന വരപ്രസാദം പാപം മൂലം അതില്ലാതാകുമ്പോഴാണ് ഒരു ആത്മീയ അഭിഷേകത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുക. ഒന്നുമില്ലാത്ത യാചിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവാം. എനിക്കുള്ളതെല്ലാം നീ എന്നോട് കൂടെയാണ്, എൻ്റെ കൂടെയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. അവിടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശുവിന് കൂടെ നടന്നിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഒരു ആത്മീയ അന്ധത അവർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവരെ കണ്ണു തുറന്നപ്പോൾ അവരെന്താ പറഞ്ഞ്, നാഥ കൂടെ വസിച്ചാലും. അപ്പൊ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാര്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുക. ഇനി അടുത്തത് നോക്കാനുള്ളത്, ഈ അന്ധനായ യാചകൻ യേശു കടന്നു പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവൻ എന്താ ചെയ്തേ? ഉച്ചത്തിലെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമെന്ന്. ഈശോയുടെ കരുണയ്ക്കായിട്ട് അവൻ ദാഹിച്ചു പ്രാർത്ഥിച്ചു. പലരും അവൻ നിശബ്ദനായിരിക്കാൻ പറഞ്ഞു, അവൻ കേട്ടില്ല. അവൻ വീണ്ടും ഉച്ചത്തിലെ കൂകി വിളിച്ചു എന്നാ വചനം പറയണേ. ആ നിലവിളി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വിളിയുണ്ട്, അതാണ് നിലവിളി. അത് യാന്ത്രികമല്ല, ഒരു പെണ്ണിയുടെ മാറ്റർ അല്ല, സാഹിത്യം അതിനകത്തുണ്ടാവണം നിർബന്ധമില്ല.
ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ഒരു കഥ പറയാറുണ്ട്. ഒരിക്കലേ ഒരു ആടും പന്നിയും കൂടിയിട്ട് ഒരുമിച്ച് പോവുക. ഒരുമിച്ച് പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരു ചെളിക്കുടിയിൽ വീണു. പന്നി എന്ത് ചെയ്യും? അവിടെ കിടന്ന് കരയോ? ആടെന്ത് ചെയ്യും? അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കും. യജമാനൻ വന്നു, രണ്ടുപേരെയും പുറത്ത് നിർത്തി. ആ കുഴിയിൽ നിന്ന് ചെളി കുഴിഞ്ഞെടുത്ത് കയറ്റിയിട്ട് പുറത്ത് നിർത്തും. ആട് കരച്ചിൽ നിർത്തുവോ? ഇല്ല. ആടെന്ത് ചെയ്യണം? കരച്ചിൽ നിർത്തണം. എന്ത് ചെയ്യണം? ആ ദേഹത്തെ ചെളി മുഴുവനും പോയാലാണ് ആടിനെ കരച്ചിൽ നിർത്തുള്ളൂ. ആത്മീയ അസ്വസ്ഥതകള് നമുക്ക് പാപം മൂലം കടന്നു വരുമ്പോൾ അത് കുമ്പസാരത്തിലൂടെ കളഞ്ഞാലാണ് നമുക്ക് സമാധാനവും ശാന്തിയും ആനന്ദവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു വിളിയുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് ആകുന്നൊരു വിളിയുണ്ട്. അപ്പോൾ ഒരു വിളിച്ചാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിലവിളിയുണ്ട്. വിളിയല്ല, നിലവിളി. വിളിയും നിലവിളിയും വ്യത്യാസമുണ്ട്. വിളിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ നിലവിളി എന്ന് പറഞ്ഞാൽ അത് ഉള്ളിനുള്ളിൽ നിന്ന് വരുന്ന വേറൊരു വഴിയില്ലാത്ത ഒരവസ്ഥയിലുള്ള വിളിയാണ് നിലവിളി. ഈ മനുഷ്യനോട് നിലവിളിച്ച് കരഞ്ഞു കൂകി വിളിക്കുക. യേശു ഇവിടെ നൽകുന്ന സന്ദേശമുണ്ട്. റോമ 10-ാം 12-13 വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ ബർത്തിമിയോസ് നിലവിളിക്കുമ്പോൾ യേശു നമുക്ക് നൽകുന്ന സന്ദേശമാണ്, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ വേണ്ടേ, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. റോമ 10-12-13 വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഒത്തിരി പ്രത്യേകതയുള്ള വചനഭാഗം. കാരണം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സമ്പത്ത് വർഷിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഈ സമ്പത്ത്. പരിശുദ്ധാത്മാവിന്റെ വരപ്രസാദമാണ് ഈ സമ്പത്ത്. നമ്മൾ എത്രമാത്രം ഈശോയെ ആത്മാർത്ഥമായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ തൻ്റെ സമ്പത്ത് വർഷിക്കുന്ന വചനം പറയുന്നേ. കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവരിലെ എല്ലാവരും രക്ഷ പ്രാപിക്കും, നിത്യരക്ഷ. സ്വർഗത്തിലേക്ക് എത്തി നിത്യരക്ഷയിലേക്ക്, നിത്യജീവിതത്തിലേക്ക് ഈശോ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം അതാ. ആ മഗ്ദലേന മറിയം എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വന്നപ്പോൾ അവൾ വായോണ്ടല്ല, ഉള്ളോണ്ട് ഒരു നിലവിളി ഉണ്ടായിരുന്നു. വേറൊരാളും സഹായിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥ മഗ്ദലേന മറിയത്തിന്റെ. എല്ലാവരും ചുറ്റിൽ നിന്ന് കല്ലെറിഞ്ഞു കൊണ്ടിരിക്കുക, ഒരാളുമില്ല സഹായത്തിനായിട്ട്. ഈശോയുടെ മുമ്പിൽ വന്നപ്പോൾ അവൾ മനനൊന്ത് ഉള്ള് കരകി വിളിച്ചിട്ടുണ്ട്. ഈശോ മഗ്ദലേന മറിയത്തെ കൈവിട്ടില്ല, അവളെ രക്ഷപ്പെടുത്തി. മാത്രമല്ല ഈശോ മരിച്ചുത്ഥാനം ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലേന മറിയത്തിനാണ്. പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ നോക്കി പോകുന്ന വഴിക്ക് അവൻ പുറത്തുപോയി മനനൊന്ത് പൊട്ടിക്കരഞ്ഞു. അത് നിലവിളിയാ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിലവിളിയാ.
പത്രോസിനെ ഈശോ തള്ളിക്കളഞ്ഞില്ല. സഭയുടെ അധീപനാക്കി ഒത്തിരിയേറെ ആത്മാക്കളെ നേടുവാനുള്ള ഉപകരണമാക്കി മാറ്റി. എന്നെ വിളിച്ചപേക്ഷിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ സമ്പത്ത് വർഷിക്കാം ഈശോ. ഇനിയുണ്ട്. നല്ല കള്ളൻ മനനൊന്ത് ഈശോയെ വിളിച്ചു. ആ വേദനയിൽ നിന്ന്, കുരിശിൽ വെക്കുന്ന തീവ്രമായ വേദനയിൽ നിന്ന് ഈശോയെ അതിനേക്കാളും വേദന അനുഭവിച്ചു കിടക്കുമ്പോൾ ഈശോ കൊടുത്ത വാഗ്ദാനം ഉണ്ട്. എന്താണെന്നറിയോ? നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കുന്ന. അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പറുദീസ സ്വന്തമാക്കും. നിത്യരക്ഷയിലേക്ക് അവിടുന്ന് കൈപ്പിടിച്ചുയർത്തും. അതാണ് നിലവിളി. ആ നിലവിളി നമ്മൾ വിളിക്കണം. കർത്താവിനെ വിളിക്കണം. അന്തയാചകൻ നിലവിളിച്ച് കരഞ്ഞതും അതാ. ജെറമ്യയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ജെറമ്യയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ പറയുക, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് നിലവിളിക്കണം ദൈവസന്നിധിയിലെ. ആ നിലവിളി എവിടെ എത്തും? സ്വർഗമെത്തും. ആഹാറ് മരുഭൂമിയിലെ ഇസ്മായിലിനെ കൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലെ, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലെ ഹാഗാറ് മരുഭൂമിയിൽ വെച്ച് കരഞ്ഞു വിളിച്ചു. ദൈവം ആ വിളി കേട്ടു. സ്വർഗം ആ വിളി കേട്ടു. മാലാഖമാരയച്ച് ആഹാറിനെ രക്ഷിക്കാനായിട്ട് സഹായിച്ചു. നമുക്ക് ബൈബിളിൽ ഉടനീളം കാണുവാൻ സാധിക്കും. ആരൊക്കെ നിലവിളിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗം തുറന്ന് ദൈവം അഭിഷേകം ചൊരിയപ്പെടും. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മാത്രമല്ല, ആത്മീയ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ നിലവിളിക്കേണ്ടത്, എൻ്റെ സാമ്പത്തിക കടബാധ്യത മാറണം, നല്ലൊരു വീട് വേണം, മോളുടെ കല്യാണം നടക്കണം, ബിസിനസ് നന്നായിട്ട് പോകണം, മക്കൾ നന്നായി പഠിക്കണം, പിന്നെന്തിട്ടാ നല്ല ജോലി കിട്ടണം, നല്ല വാഹനം വാങ്ങിക്കണം, ഭവന നിർമ്മാണം പൂർത്തിയാക്കണം. ഒത്തിരി കാര്യങ്ങളാണ്. നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആത്മീയ കാര്യങ്ങൾക്കാണ്, ആത്മീയ അഭിഷേകത്തിനാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ സകലതും നിങ്ങൾക്ക് കൂട്ടി ചേർക്കപ്പെടും. ആത്മീയ കാര്യങ്ങൾക്കാണ്, ആത്മീയ അഭിഷേകത്തിനാണ് നമ്മൾ നിലവിളിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും പരിശ്രമിക്കാം. നമുക്ക് ഈ അന്ധയാചകന്റെ വേറെ 3 പ്രത്യേകതകളും ഒന്ന് നോക്കാം. യേശു നിന്നെ വിളിക്കുന്നെന്ന് കേട്ടപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ എന്താ ചെയ്തേ? പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. എന്നിട്ട് കുതിച്ച് ചാടി യേശുവിൻ്റെ അടുത്തെത്തി. 3 കാര്യങ്ങളാണ് ചെയ്തത്. പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. പാപത്തിൻ്റെ പുറംകുപ്പായം. ഈ ഭിക്ഷ യാചിക്കുന്നവർക്ക് അവരുടെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമായിരിക്കാം, അഴുക്ക് പുരണ്ട വസ്ത്രമായിരിക്കാം. അത് വലിച്ചെറിയുക. മാമോദിസയിൽ ലഭിക്കുന്ന ആ വരപ്രസാദത്തിൻ്റെ വസ്ത്രമണിയാനായിട്ട് അവനോടാ. പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. 1 രാജാക്കന്മാരെ 19-ാമത്തെ അധ്യായം 19-ാം വാക്യത്തിലെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എലീഷ ഏലിയായുടെ വിളി കേട്ടപ്പോൾ എലീഷയുടെ മേലെ മേലങ്കി ഇട്ട് കൊടുത്തെന്ന്. അങ്ങനെ എലീഷ അഭിഷേകം
ഉള്ളവനായി മാറി. എലീഷ ഏലിയായെ അനുഗമിച്ചു, ശുശ്രൂഷയ്ക്കായിട്ട് കൂടെ പോയി. ഇവിടെ പാപത്തിന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ്, ലോകത്തിൻ്റെതായിട്ടുള്ള കുപ്പായം വലിച്ചെറിഞ്ഞ് അഭിഷേകത്തിന്റെ കുപ്പായം ഏലീഷ സ്വീകരിച്ചതുപോലെ അഭിഷേകത്തിന്റെ മേലങ്കി സ്വീകരിക്കാനായിട്ട് ഇവിടെ ബർത്തിമയോസ് തയ്യാറായി. എന്നിട്ട് അവൻ എന്താ ചെയ്തേ? കുതിച്ച് ചാടി. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി. ആ ഉദരത്തിൽ കിടന്ന ശിശു ആത്മാവിനാലെ കുതിച്ച് ചാടി. ബർത്തിമയോസ് ആ പുറങ്ങുപായം വലിച്ചെറിഞ്ഞ് ആത്മാവിനാലെ ഈശോയെ അനുഗമിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹത്താലെ ആത്മാവിനാലെ കുതിച്ച് ചാടിയത്. അവൻ യേശുവിൻ്റെ അടുത്തെത്തി. മൂന്നാമതാണ്, അവൻ യേശുവിൻ്റെ അടുത്തെത്തി. അതുവരെ അവൻ യേശുവിൻ്റെ അടുത്തല്ലായിരുന്നു, അകലെയായിരുന്നു. നമ്മൾ യേശുവുമായിട്ടൊരു ബന്ധം, ആ ബന്ധം അകൽച്ച വരുമ്പോഴാണ് അഭിഷേകത്തിന് കുറവ് വരുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ റേഞ്ചില്ല, ഫോൺ വിളിച്ചാലേ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല, കട്ടായി പോകും. ചില സ്ഥലത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ആ ബന്ധം, യേശുവുമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ബന്ധത്തിന് അകലെ വരുമ്പോൾ റേഞ്ച് കിട്ടാത്ത അവസ്ഥയാണ്. പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ സാധിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാവുകയില്ല. ഇവിടെ യേശുവിൻ്റെ അടുത്തെത്തി എന്നാണ് വചനം പറയുന്നത്. യേശുവിനെ അനുഗമിച്ചു. എന്നിട്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാലേ എന്തർത്ഥം? മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്തിട്ട് എൻ്റെ പിന്നാലെ വരട്ടെ. യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ള ആഹ്വാനം അതാ, സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്തിട്ട് പിന്നാലെ വരട്ടെ. അവിടെ ചോദിക്കുന്നുണ്ട്, യേശു ചോദിക്കണ്ട, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്താ പറഞ്ഞേ? എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിലെ നിക്കോദെമോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്. അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. യേശു എന്താ മറുപടി പറയുന്നേ? വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തില് പ്രവേശിക്കില്ല. ആത്മാവിലും സത്യത്തിലുമാണ് ആത്മാവിലാണ് നീ വീണ്ടും ജനിക്കേണ്ടത്. അന്ധനയാചകൻ ബർത്തിമയോസ് ആത്മാവിലെ വീണ്ടും ജനിച്ചപ്പോൾ അവൻ്റെ ആത്മീയ അന്ധത മാറി, അവൻ ആത്മീയ അഭിഷേകമായിട്ട് മാറി, അവൻ്റെ കാഴ്ച വീണ്ടും കിട്ടി. ആത്മീയ അന്ധകാരം മാറി പ്രകാശത്തിൻ്റെ മകനായിട്ട് ജീവിക്കുവാനായിട്ട് അവനെ സാധിച്ചു. ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുകയുണ്ട്, രൂപാന്തരീകരണം. 3 കാര്യങ്ങളാണ് ആദ്യം അവനുണ്ടായിരുന്നത്. ഒന്നാമത്, അവൻ അന്ധനായിരുന്നു, യാചകനായിരുന്നു, വഴിയരികിലെ ഇരിക്കുന്നവനായിരുന്നു. അത് മാറി. അവൻ വിശ്വാസമുള്ളവനായിട്ട് മാറി. രണ്ടാമതായിട്ട്, അവനെ തുറവി കിട്ടി, അവൻ്റെ അന്ധത മാറി, അവനെ കണ്ണുകൾ തുറക്കാനായിട്ട് തുറവിയുള്ളവനായിട്ട് അവൻ മാറി. മൂന്നാമതായിട്ട്, അവൻ യേശുവിനെ അനുഗമിക്കുന്നവനായിട്ട് മാറി. പണ്ട് വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ ഇന്ന് യേശുവിൻ്റെ കൂടെ യേശുവിനെ അനുഗമിക്കാൻ അവനായിട്ട് മാറുക ചെയ്തത്.
ഈ അന്ധനായ ബർത്തിമിയോസ് നമ്മളെ പഠിപ്പിക്കുന്ന 4 കാര്യമുണ്ട്. ആത്മീയ ഉൾക്കാഴ്ച കിട്ടാനായിട്ട് 4 കാര്യങ്ങൾ ഈ അന്ധനായ ബർത്തിമിയോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അന്വേഷിക്കണം. ഈശോയെ അന്വേഷിക്കണം. ഈശോയെ അന്വേഷിച്ചാലാണ് ഈശോ നിന്നെ അന്വേഷിക്കുള്ളൂ. ഈശോ ഈ വഴിക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമെന്ന് അവൻ ഓളിയിട്ട് വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചത്. അവൻ അന്വേഷിച്ചത് ആരാ പോണെന്ന് അന്വേഷിച്ചു. സക്കേബൂസ് ഈശോയെ കാണുവാനുള്ള ആഗ്രഹം അവൻ അന്വേഷിച്ചു. അപ്പോഴാണ് അവന്റെ പൊക്കക്കുറവിനെ കുറിച്ചിട്ട് അവന് ബോധ്യം കിട്ടി. അവൻ സിക്കമോർ മരത്തിലേക്ക് ഓടിക്കയറിയിരുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ വേണ്ടത്, നമ്മൾ ഈശോയെ അന്വേഷിക്കണം. അങ്ങനെ ഈശോയെ അന്വേഷിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കണം. അന്വേഷണം മാത്രം പോലെ വിശ്വസിക്കണം. എനിക്ക് ഈശോയിൽ നിന്ന് കാഴ്ച വീണ്ടും കിട്ടുമെന്ന് ഈ അന്ധനായ യാചകൻ വിശ്വസിച്ചു. അതുകൊണ്ടാ അവൻ നിനക്ക് എന്താണ് ചെയ്തു തരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നമ്മൾ വിശ്വസിക്കണം. വെളിച്ചത്തിൻ്റെ മക്കളെ പോലെ നമ്മൾ വിശ്വസിക്കണം. മൂന്നാമതായിട്ട് അപേക്ഷിക്കണം. വെളിച്ചം കിട്ടുന്നത് വരെ അന്ധത മാറി പ്രകാശത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ അപേക്ഷിക്കണം. ഈശോയോട് അപേക്ഷിക്കണം. നാലാമതായിട്ട് യാചിക്കണം. തടസ്സങ്ങളിലെ മനമെടുക്കാതെ കൂടുതൽ ശക്തിയായിട്ട് യാചിക്കണം. അന്ധതയുള്ളവർക്ക്, അന്ധകാരമുള്ളവർക്ക്, തടസ്സമുള്ളവർക്ക് പ്രകാശമാണ് യേശു. ഈ ബർത്തിമിയോസിന്റെ അന്ധത മാറ്റി പ്രകാശം അവിടെ കൊടുക്കുന്നത് യേശുവാണ്. യേശുവാണ് പ്രകാശം. യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ, ഈശോയോട് നടക്കുമ്പോൾ നമുക്കൊരിക്കലും അന്ധകാരമില്ല, പ്രകാശമാണ്. കാരണം ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ ഒരിക്കലും നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം, ജീവന്റെ നിത്യജീവന്റെ പ്രകാശം അവനിലേക്ക് ഞാൻ ചൊരിയപ്പെടും. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും ബർത്തിമിയോസിനെ പോലെ അന്ധത മാറ്റി അഭിഷേകത്തോടു കൂടി കുതിച്ചു ചാടി യേശുവിനെ അനുഗമിക്കുവാനായിട്ട്, വിശ്വാസമുള്ളവനായി തീരുവാനായിട്ട്, തുറവിയുള്ളവനായിട്ട് മാറുവാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.